ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് രാവിലെ ചപ്പാത്തിയാണ്. അവിടെ ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുന്നു. പരത്തി കഴിയാറായി. പരത്തി വെച്ചിട്ട് വേണം ചുടാൻ ആരംഭിക്കാൻ. പിന്നെ ഇച്ചിരി ഈസിയുണ്ട്. ഹൈ ഫയറിലോട്ട് വെച്ച് നമുക്ക് വേഗം ചുട്ടിങ്ങെടുക്കാം. ഞാൻ ചില സമയത്ത് പരത്തുകയും അതിനിടയ്ക്ക് തന്നെ ചുടുകയും ചെയ്യും. ഇന്ന് പിന്നെ കുറച്ച് ചപ്പാത്തിയേ ഉള്ളൂ. നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ ആരംഭിക്കാം. ഇത് തിളച്ച വെള്ളത്തിൽ കുഴച്ചെടുത്ത ചപ്പാത്തിയാണ്. അതുകൊണ്ട് വലിയ ഷേപ്പൊക്കെ ഓസ്ട്രേലിയ പോലൊക്കെ ഇരിക്കുന്നെങ്കിലും കുഴപ്പമില്ല. അപ്പം നമുക്കൊരല്പം ആദ്യം ശകലം അല്പം എണ്ണ ഒഴിക്കണം. എണ്ണ ഇല്ലാതെ, അധികം എണ്ണ ഇല്ലാതൊക്കെ കുഴച്ചെടുത്ത് അല്പം എണ്ണ ചേർത്ത് മാത്രമേ ഞാൻ കുഴച്ചിട്ടുള്ളൂ. ലാസ്റ്റിലത് ആദ്യം ഒരല്പം എണ്ണ ചേർക്കണം. അല്ലെങ്കിൽ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എങ്കിലും ഇവിടെ നമ്മുടെ സ്പാറ്റുല ആദ്യത്തെ ചപ്പാത്തി ഉണ്ടാക്കാം. തിളച്ച വെള്ളത്തിൽ കുഴയ്ക്കുന്നുണ്ട്. നല്ല സോഫ്റ്റാണ്. എണ്ണയൊന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ ചപ്പാത്തി ചൂടാൻ വേണ്ടി മാത്രം ഒരല്പം എണ്ണ ചേർത്താൽ മതി. ആദ്യത്തെ ചപ്പാത്തി ഒന്ന് ചുട്ടട്ടെ. ഒന്ന് കല്ല് ചൂടാനൊക്കെ ഇച്ചിരി സമയമെടുക്കും. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് മുട്ട, തക്കാളി, സവാള, പച്ചമുളക്, പിന്നെ അല്പം മസാലകൾ ഇതൊക്കെ ചേർത്തുള്ള ഒരു മുട്ട ചിക്കി പൊരിച്ചതാണ്. അതാണ് ഇന്നത്തെ. അത് ശരിയാക്കിയില്ല. ചപ്പാത്തി ചൂട്ടെടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് വേഗം ചെയ്യാവുന്നതേ ഉള്ളൂ. ആദ്യത്തെ ചപ്പാത്തി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ചുട്ടെടുക്കാനൊരു പാത്രം. തീയൊന്ന് അല്പം കുറയ്ക്കാം. ഇതിൻ്റെ പുറത്തൊരു അല്പം എണ്ണ ഒന്ന് ബ്രഷ് ചെയ്താൽ ഞാനൊരു ശകലം ഇതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇട്ട് കഴിഞ്ഞിട്ടൊന്ന് ഹൈ ഫയറിലോട്ട് വെക്കാം. തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ലോ ഫയറിലാക്കാം. ഇന്നലെ രാവിലെ പൂരി ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ചപ്പാത്തിക്കുള്ള മാവും കൂടെ അതിനെ ഒന്നിച്ചുണ്ടാക്കിയായിരുന്നു. അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. ഇനി തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ലോ ഫയറിലാക്കാം. അങ്ങനെ ബാക്കി ചപ്പാത്തിയോടൊക്കെ ചുട്ടെടുക്കട്ടെ. മുട്ട ചിക്കി പൊരിച്ചതാണ് ഇന്ന് ചപ്പാത്തിക്കൊണ്ടുള്ള കൂട്ടാൻ. ആദ്യം പൊടികളുടെ 2 ടീസ്പൂൺ എണ്ണയിൽ ഉള്ളിയും തക്കാളിയും പച്ചമുളകും വഴറ്റി ഒരല്പം മഞ്ഞൾപ്പൊടി, ലോ ഫയറിലാണ് വെച്ചിരിക്കുന്നത്. 1/2 ടീസ്പൂൺ, ഇച്ചിരി ചപ്പാത്തി കഴിക്കണമല്ലോ, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 പിഞ്ച് കുരുമുളക് പൊടി അല്പം ചേർത്താൽ മതി. പിന്നെ പാകത്തിന് ഉപ്പ് ഇതുവരെയും ചേർത്തില്ല. ഈ പൊടികൾക്കകത്തുനിന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ യോജിക്കട്ടെ. നോക്കെല്ലാം ഇരിക്കുന്നത് എങ്കിലും
ഇതിലേക്ക് നമുക്ക് മുട്ട, 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. തീ ഒരല്പം കൂട്ടി നമുക്കിത് സ്ക്രാമ്പിൾ ചെയ്യണം. ഒരുവിധം ഒന്നും വേഗട്ടെ. അത് കഴിഞ്ഞിട്ട് പച്ചക്കറിയുമായിട്ട് മിക്സ് ചെയ്താൽ മതി. സവാള തക്കാളിയുമായിട്ട്. ഇതിനകത്ത് ക്യാരറ്റ് വേണേൽ ചേർക്കാം, ക്യാബേജ്, ഗ്രീൻ പീസ് വേവിച്ചത്, ഗ്രീൻ പീസ്, അല്ലെ കോളിഫ്ലവർ, ഇതൊക്കെ നമ്മൾ വേവിച്ച് വെക്കണം. തക്കാളി സവാളയാകുമ്പോൾ നമുക്ക് ഇപ്പം തന്നെ വഴറ്റിയെടുത്താൽ മതി. ഒക്കെ ഒരുവിധം അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് സവാള തക്കാളി വഴറ്റതിൻ്റെ കൂടെ മിക്സ് ചെയ്യാം. ഒന്ന് ലോ ഫ്ലെയറിലൊന്നും ആകട്ടെ. നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ അധികം എണ്ണ വേണ്ട, അധികം ചട്ടിയുടെ അടിയിൽ പിടിക്കുകയില്ല. ഇതെന്തായാലും ഇത് അലോയുടെ ചീനിച്ചട്ടിയാണ്, എന്നാലും അല്പം ഇപ്പോൾ മുട്ട ഇറക്കമൊക്കെ ആയിക്കഴിഞ്ഞു. നമുക്കിത് ചിക്കി വെള്ളം തൊട്ടി ചിലർക്ക് ഇച്ചിരി ജ്യൂസി ആയിട്ടിരിക്കണം. നമുക്കിത് ഒരുപാട് ജ്യൂസി ആകണ്ട, എന്നാൽ ഒരുപാട് വെന്തങ്ങ് ഡ്രൈ ആവുകയും വേണ്ട. ഈ ഒരു പാകത്തിന് നമുക്ക് മുട്ട ചിക്കിക്കഴിഞ്ഞു. ഉപ്പ് പാകത്തിനാക്കുക. ചിലപ്പോൾ ടൊമാറ്റോ സോസ് ഒഴിച്ചാലും ടേസ്റ്റ്. അവിടെ നിന്നാ ഇങ്ങെടുക്കത്. ഞാൻ ഈ വാതിലിനപ്പുറം വരുമ്പോൾ എടുത്താൽ മതി. ഇതെടുക്കരുത്, എൻ്റെ മുഖം മാത്രം കാണിച്ച് സ്റ്റാർട്ട്. ഇപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ ബ്രേക്ക്ഫാസ്റ്റ് ചപ്പാത്തി, മുട്ട ചിക്കി പൊരിച്ചത്, എൻ്റെ സ്ഥിരം കോഫി, പിന്നെ അതിനോടൊരു അല്പം സലാഡ് മരിഞ്ഞു. കാരണം ഇതിനോട് കഴിക്കുമ്പോൾ ഒരു അല്പം തൈര്, 1 സ്പൂൺ തൈര് ചേർത്ത് അല്പം തക്കാളിയും ചെറിയ സവാളയും പച്ചമുളകും ഉപ്പും ഒക്കെ ചേർത്ത് സലാഡും ഉണ്ടാക്കി. അപ്പോൾ നമുക്ക് ചപ്പാത്തി കഴിക്കാം. നല്ല സോഫ്റ്റാണ് ചപ്പാത്തി. മുട്ട കറി വെക്കുന്നതിനേക്കാളും എളുപ്പമാണ്. കൂടെ ഒരല്പം സലാഡും കൂടെ എടുക്കാം. സലാഡ് മുഴുവനൊന്നും കഴിക്കത്തില്ല ഞങ്ങൾ. ആർക്കും ഇവിടെ സലാഡിനോട് വലിയ താല്പര്യമില്ല. ഇളയ മോളെ ഹസ്ബൻഡിന് മാത്രമേ ഉള്ളൂ വൈകിട്ടൊക്കെ സലാഡ് നിർബന്ധം. മൂത്തമോളെ ഹസ്ബൻഡ് സലാഡേ ഇഷ്ടമല്ല. ഇവിടെ ഞങ്ങൾക്ക് ആർക്കും വലിയ നിർബന്ധമില്ല. ഉണ്ടെങ്കിൽ കഴിക്കും. വല്ല പുറത്തും നല്ല ഭക്ഷണം വാങ്ങിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ. ഇതുവരെ മൂത്തമ്മ വന്നില്ല. ഇന്ന് ഓഫീസിൽ വരും. അത് കഴിഞ്ഞിട്ട് ബുധൻ വ്യാഴം വെള്ളി 3 ദിവസം ഇവിടെ ഉണ്ട്. അല്ലല്ല, ബുധൻ വ്യാഴം വെള്ളി, വെള്ളിയാഴ്ച അങ്ങ് തിരിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ ശരി, നമുക്ക് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായി. ഞങ്ങളൊരല്പം 8 മണിയൊക്കെ ആകുമ്പോഴേ കഴിക്കും. ഇന്നത്തെ നമുക്ക് ഉച്ചയൂണിൻ്റെ സമയമായി. ഇന്ന് രാവിലെ മുതലേ അല്പം വെളിച്ചമുണ്ട്. പക്ഷേ എങ്കിലും ഇടയ്ക്ക് നല്ല മഴ പെയ്തു. രാത്രിയിലൊക്കെ മഴ പെയ്യുന്നു, നിൽക്കുന്നു. അങ്ങനത്തെ ആവശ്യമല്ലേ മഴ പെയ്യട്ടെ. അപ്പോൾ ഇത് ഇന്നലത്തെ ബാക്കിയുണ്ടായിരുന്ന പച്ചരിച്ചോറാണ്, ചൂടാക്കി എടുത്തു. ഇന്നുണ്ടാക്കിയത് ചേന മെഴുക്ക് പുരട്ടി. എല്ലാ അവിയൽ കഷ്ണങ്ങൾ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയ ചേനയാണ്. അവരക്കായും പയറും കൂടെ, പരിപ്പും കൂടെ ഉള്ള തോരൻ. അതെല്ലാം പച്ചക്കറിക്കകത്ത് അവിയലൊക്കകത്ത് വന്നതാണ്. നമുക്ക് പച്ചക്കറി കൂട്ടാമല്ലോ ഇഷ്ടം പോലെ. സോറി. പിന്നെ ഇന്നലെ കപ്പ ഉണ്ടായതുകൊണ്ട് മെഞ്ഞാന്ന് വെച്ചാൽ അവിയലാണ്. അതും കുറച്ചിരിപ്പുണ്ടായിരുന്നു. കുറച്ചിതില്ലേലും കുഴപ്പമില്ല, എല്ലാം നമുക്ക് കളയണ്ടല്ലോ. മുരിങ്ങയ്ക്കായൊക്കെ ചേർത്ത നല്ല അവിയലാണ്. പിന്നെ നെല്ലിക്ക അച്ചാർ.
അതിപ്പോൾ ഉണ്ടാക്കിയതാണ്, ഉണ്ടാക്കിയതേ ഉള്ളൂ. എനിക്ക് ഇതൊക്കെ ഒന്ന് ഉപ്പും പുളിയും ഒക്കെ ഒന്ന് പിടിക്കണം. പിന്നെ കാച്ചിമോരുണ്ട്, അതും കുറച്ചൊഴിച്ച്. ഇന്ന് നോൺ വെജ് ഒന്നുമില്ല. നമുക്ക് ഇതൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ. നോൺ വെജ് കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നല്ലോ, ഇപ്പം 2 ദിവസം ഒരു വെജിറ്റബിൾ ആകട്ടെ. അപ്പം ശരി, നമുക്ക് ഭക്ഷണം കഴിക്കാൻ തുടങ്ങാം. നമ്മുടെ അമരിക്ക തോരനോടൊക്കെ ഒന്ന് ചേർത്ത് നമ്മുടെ നെല്ലിക്ക അച്ചാറിൻ്റെ നെല്ലിക്ക ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളം കൂടെ ചേർത്ത് വേവിച്ചെടുത്ത്